ഹല്ലേലൂയ. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 90-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. ഇവിടെ ഈ 90-ാം സങ്കീർത്തനം നമുക്ക് അറിയാം. ദൈവപുരുഷനായ മോശ തന്റെ സഹോദരൻ അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണല്ലോ ഈ സങ്കീർത്തനം. എന്നാൽ അവിടെ ഒരു വലിയ പ്രത്യാശയോടെയാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്ത് പല വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൽ ആണ് ഈ 10-ാമത്തെ വാക്യത്തിൽ ഇവിടെ പറയുകയാണ്, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്ന് പോകുകയും ചെയ്യും. അഥവാ ഈ ലോകത്തിലെ പ്രയാസങ്ങൾ എത്ര വലുതായിരുന്നാലും അതെല്ലാം വേഗം തീർന്ന് ഇവിടെ നിന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും മരണവും ഭീതിയും കവർച്ചകളും ഒന്നുമില്ലാത്ത ഒരു നിത്യദേശത്തേക്ക് പറന്നു പോകും എന്നുള്ളതായ ഭക്തന്റെ പ്രത്യാശയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അഥവാ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യന്റെ ആയുസ് എത്ര ക്ഷണികമാണ്. ഒരു ഭ്രൂണം ചാവിള്ളയായി മരിച്ച് വീഴുന്നു. ജന്മനാൾ മുതൽ എന്ന് വേണമെങ്കിലും ഏത് മനുഷ്യനും മരണം സംഭവിക്കാം. ഏതാണ്ട് 35 പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡോക്ടറേറ്റ് നൽകി ആദരിച്ച മുൻ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ തന്റെ പ്രതാപങ്ങള് ഡിഗ്രികളെല്ലാം ഉപേക്ഷിച്ച് യവനികയ്ക്ക് ഉള്ളിലേക്ക് താനും കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതേപോലെ കോടീശ്വരന്മാരായ അനേകർ, റോക്ക് ഫെല്ലറും ടാറ്റ, അംബാനി, ഇവരെല്ലാം അനേക കോടികൾ സമ്പാദിച്ചു. പക്ഷെങ്കിൽ അവർ സമ്പാദിച്ചു കൂട്ടിയതൊന്നും അവർ കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, അവരോമനിച്ച് കൊണ്ടു നടന്ന അവരുടെ ശരീരം പുഴുവിന് ആഹാരമായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുതന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ലോകപ്രശസ്തമായ ഗീതാഞ്ജലിയിലുള്ളതായ ഒരു വാക്യമുണ്ട്, ഞാനിതാ എന്റെ താക്കോൽ തിരിച്ചു തരുന്നു, ഒപ്പം എന്റെ സർവ അവകാശങ്ങളും മരണത്തെ ഏൽപ്പിക്കുന്നു എന്നാണ് ആ പ്രശസ്തമായ വാക്യം. എന്ന് പറഞ്ഞാൽ ഇവിടെ നേടിയതൊന്നും അപ്പുറത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആർക്കും കഴിയുകയില്ല. ജോർജ് ബോവൻ താന് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, വസ്തുക്കളെ ദൈവികമാകുന്ന നിലയിൽ വിലയിരുത്തുകയും അവൻ നൽകുന്നതിനെ സ്വീകരിക്കുകയും അവൻ നിരസിക്കുന്നതിനെ ഉപേക്ഷിക്കുകയും അവൻ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങള് ആ നിലയില് ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ജ്ഞാനത്തിന്റെ പാതയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ലോകത്തിലെ മഹാന്മാരെല്ലാം നിങ്ങൾക്ക് പിന്നിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വീണ്ടും, നിങ്ങൾ പ്രവേശിച്ച ഇടുക്കുവാതിലിൽ നിന്ന് അവർ വളരെ അകലെയാണ്. ദൈവത്തിന്റെ ജ്ഞാനമായി ക്രിസ്തുവിനെ കാണുന്ന ഒരുവന് മാത്രമേ ജ്ഞാനിയായിരിക്കാൻ കഴിയുകയുള്ളൂ തുടങ്ങിയ വാക്കുകളാണ് അദ്ദേഹം പറയുവാനായിട്ട് ഇടയായി തീർന്നത്.
അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥമായി ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ കാണുന്ന ഒരുവന് മാത്രമേ ജ്ഞാനിയായിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവന് ഈ ലോകത്തിലെ ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളെ പോലെയുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ലോകമോഹങ്ങളുടെ പുറകെ ഓടി അവൻ നഷ്ടപ്പെട്ടു പോകത്തില്ല, വാടിപ്പോകത്തില്ല, കൊഴിഞ്ഞു പോകത്തില്ല. നിത്യതയിൽ അവൻ നിത്യപിതാവിനോടൊപ്പം എന്നെന്നും വാഴുക തന്നെ ചെയ്യും. ബാക്കിയെല്ലാം, ഈ ലോകത്തിൽ നിന്ന് നേടിയതെല്ലാം ഈ ലോകത്തിൽ കുടഞ്ഞു കളഞ്ഞിട്ട് സ്വന്തം ശരീരം പോലും പുഴുവിന് ഇരയാക്കിക്കൊണ്ട് സകല മനുഷ്യരും ഇവിടെ നിന്ന് കടന്നുപോയേ മതിയാകത്തുള്ളൂ. എന്നാൽ അതിനപ്പുറമുള്ള നിത്യത വിലപ്പെട്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ദൈവവചനാടിസ്ഥാനത്തിൽ മറന്നുപോകാതെ ചിന്തിച്ചുകൊണ്ട് നമുക്കതിനായി അധ്വാനിക്കാം. ഈ തിരുവചനങ്ങളാൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും ഗമ്യം. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുശസ്സയോർക്കും തോറും ഗമ്യം. സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണം